പ്രിലിംസ് പരീക്ഷയ്ക്ക് കലാ സാംസ്കാരിക മേഖല എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഇവിടെ നിന്നും കഴിഞ്ഞ 10th പ്രിലിംസ് പരീക്ഷകൾക്കൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയയും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാനായി പോകുന്നത്. അപ്പോൾ ഇതിന്റെ ടോപ്പിക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ഇനി നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്നും കൂടെ റിവിഷൻ ചെയ്ത് പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അതിലെ ഒന്നാമത്തെ ഏരിയ ആണ് കന്യാർ കളിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കൂടുതലും സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയ ബേസ് ചെയ്ത് കൂടുതലായിട്ടും ചോദിക്കുന്നത്. കാരണം ഒറ്റ ഒരു പോയിന്റ് പഠിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞ് നമുക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കത്തില്ല. അതുമായി അനുബന്ധമുള്ള മറ്റു കാര്യങ്ങൾ കൂടി പഠിച്ചിട്ടേ നമുക്ക് എക്സാമിന് നല്ല സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് കന്യാർ കളിയുമായി ബന്ധപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പഠിക്കാനായി പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ നമ്മൾ ഓരോ മേഖലകളായിട്ട് പഠിച്ച് സെറ്റ് ആക്കാനായിട്ട് പോവാണ്. റെഡിയാണല്ലോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കൂ മക്കളെ, കന്യാർ കളി കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ഇതെന്താണ്? ഒരു കാർഷിക അനുഷ്ഠാന നൃത്ത രൂപമാണ് കേട്ടോ. എന്താണ് കന്യാർ കളി എന്ന് പറയുന്നത്? കാർഷിക അനുഷ്ഠാന നൃത്ത രൂപമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി ചോദിച്ച ചോദ്യം കളരിയുമായി ബന്ധപ്പെട്ട കലാരൂപം എന്ന് ചോദിച്ചിട്ടുണ്ട്. കളരിയുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് ഏത്? കന്യാർ കളി എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു കാർഷിക അനുഷ്ഠാന നൃത്തമാണ് കന്യാർ കളി, അതുപോലെ തന്നെ കളരിയുമായി ബന്ധപ്പെട്ട കലാരൂപമാണ്. ഇനി എന്നാണ് ഈ കന്യാർ കളി ആരംഭിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വിഷു ദിവസമാണ്. മേടം 1-ാം തീയതി, മേടം 1-നാണ് കന്യാർ കളി ആരംഭിക്കുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം, പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന നൃത്ത രൂപം ഏതാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന നൃത്ത രൂപം ഏതെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസിൽ കന്യാർ കളി ഉണ്ടെങ്കിൽ അവിടെ ഉത്തരം നമ്മൾ കൊടുക്കും. കന്യാർ കളിയാണ്. മനസ്സിലായോ? അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ള അനുഷ്ഠാന നൃത്തമാണ് കന്യാർ കളി. ഇനി ഈ കന്യാർ കളിക്ക് 2 വിഭാഗങ്ങളുണ്ട്. മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. കന്യാർ കളിക്ക് എന്തുണ്ട്? 2 വിഭാഗങ്ങളുണ്ട് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഏതൊക്കെയാണ് ആ 2 വിഭാഗങ്ങള്? ഒന്ന് വട്ടക്കളിയും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? രണ്ടാമത്തതാണ് പൊറാട്ട്. ഓക്കെ, പൊറാട്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ വട്ടക്കളി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ തിരുവാതിര സ്റ്റൈലാണ് കേട്ടോ, വട്ടക്കളി എന്ന് പറയുന്നത്. എന്നാൽ പൊറാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പോരാട്ടം എന്ന അർത്ഥത്തിൽ, അതായത് കളരിയുമായിട്ട് കൂടുതൽ സാമ്യമുള്ള വിഭാഗമാണ് ഏത്? പൊറാട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ കന്യാർ കളിക്ക് 2 വിഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് വട്ടക്കളി, രണ്ടാമതാണ് പൊറാട്ട് എന്ന് പറയുന്നതിനാണ് കളരിയുമായിട്ട് കൂടുതൽ അടുപ്പമുള്ളത് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോ പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ള കാർഷിക അനുഷ്ഠാന നൃത്തം എന്ന് ഇനി നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും കന്യാർ കളിയാണ്. കളരിയുമായി ബന്ധപ്പെട്ട കലാരൂപം ചോദിച്ചാലും മേടം 1-ന് വിഷു ദിവസത്തിന് ആരംഭിക്കുന്ന കലാരൂപം ചോദിച്ചാലും അത് കന്യാർ കളിയാണ്. 2 വിഭാഗങ്ങളാണ് കന്യാർ കളിക്കുള്ളതെന്ന് പറഞ്ഞേ. ഒന്ന് വട്ടക്കളിയും, രണ്ടെന്താണ്? പൊറാട്ടുമാണ്. പൊറോട്ടയല്ല, പൊറാട്ടാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ ഈ കന്യാർ കളി എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാന കലാരൂപമാണെന്ന് ചോദിച്ചാൽ 4 ദിവസം. 4 ദിവസം കേട്ടോ. ഓരോ ദിവസത്തെ പ്രകടനത്തിനും ഓരോരോ പേരുകളുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കന്യാർ കളിയുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്തത് ഏത്, തെറ്റല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല്, ശരിയായത് ഏത്, തെറ്റായത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലുള്ള ഓപ്ഷൻസ് 3, 4 ഒക്കെ ഓപ്ഷൻസ് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പൊ കന്യാർ കളിയിലെ ഓരോ ദിവസത്തെ ഓരോ പ്രകടനവും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ ദിവസത്തെ പ്രകടനം അറിയപ്പെടുന്നത് ഇറവക്കളി എന്നാണ്. ഇറവക്കളി കേട്ടോ. ഇനി രണ്ടാമത്തതോ അനാദിക്കൂത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അനാദിക്കൂത്ത്. 3-ാമത്തെ ദിവസം അത് അറിയപ്പെടുന്നത് വള്ളോൺ എന്നാണ്. വള്ളോൺ. ഓക്കെ, 4-ാമത്തെ ദിവസം
മലാമ, അതിന് ആ വാക്കിനർത്ഥം ഐശ്വര്യം എന്നാണ്. സോ ആ രീതിയിലാണ് കന്യാർ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോ കന്യാർ കളി എന്ന് പറയുന്നത് ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, എത്ര ദിവസം? 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ്. അതിൽ ഓരോ ദിവസത്തെ പ്രകടനത്തിനും ഓരോരോ പേരുകളുണ്ട്. ആദ്യത്തെ ദിവസമാണ് ഇറവക്കളി, രണ്ടാമത്തതാണ് അനാദിക്കൂത്ത്, മൂന്നാമത്തെ ദിവസം വള്ളോണാണ്, നാലാമത്തെ ദിവസം മലാമ. ഓക്കെ, ആ ഒരു രീതിയിലാണ് പ്രകടനം നടക്കുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്നു, ദേശം കൂടൽ ചടങ്ങ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസിൽ കന്യാർ കളി ഉണ്ടെങ്കിൽ അത് കന്യാർ കളിയുമായി ബന്ധപ്പെട്ടതാണ്. ദേശം കൂടൽ ചടങ്ങ്. ഓക്കെ, എല്ലാവരും കൂടെ ചേർന്ന് കാണുന്ന ആ ഒരു ചടങ്ങാണ് കന്യാർ കളി. പാലക്കാട് ജില്ലയിലാണ് അത് നടക്കുന്നത്. അപ്പൊ ദേശം കൂടൽ ചടങ്ങ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കന്യാർ കളിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇനി കന്യാർ കളിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ചെയ്യുമല്ലോ, ഉറപ്പാണല്ലോ. അപ്പൊ കന്യാർ കളി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു കാർഷിക അനുഷ്ഠാന നൃത്തമാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ അതൊന്ന് പഠിച്ചു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൂടെ തന്നെ അങ്ങ് ഇരുന്ന് പഠിക്കുക. ഇതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് റിവിഷൻ ചെയ്യേണ്ടി വരത്തില്ല. ക്ലാസ്സിന്റെ ഒപ്പം തന്നെ കേട്ട് മനസ്സിലാക്കി ഒന്ന് പഠിച്ചു പോയാൽ മതി കേട്ടോ. അപ്പൊ കന്യാർ കളി എന്ന് പറഞ്ഞേ ഒരു കാർഷിക അനുഷ്ഠാന നൃത്ത രൂപമാണ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കളരിയുമായിട്ട് ചെറിയ ബന്ധമുണ്ട്. അതുപോലെ ആരംഭിക്കുന്നത് എന്നാണ്? മേടം 1-ാം തീയതി വിഷു ദിവസമാണ് ആരംഭിക്കുന്നത്. ഏത് ജില്ലയിൽ ഫേമസ് ആയിട്ടുള്ള കലാരൂപമാണ്? അത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു കാർഷിക അനുഷ്ഠാന നൃത്ത രൂപമാണ്. അതിന്റെ 2 വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? വട്ടക്കളിയും അതുപോലെ തന്നെ പൊറാട്ടുമാണ്. ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 4 ദിവസം. അതിൽ ഓരോ ദിവസത്തിനുമുള്ള പേരുകൾ ചോദിച്ചാലും നമ്മൾ പറയും ഇറവക്കളി, അനാദിക്കൂത്ത്, വള്ളോൺ, മലാമ എന്ന്. ഇനി ദേശം കൂടൽ ചടങ്ങ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളോട് ചോദിച്ചാൽ അവിടെ നമ്മൾ പറയും കന്യാർ കളി. സെറ്റല്ലേ? പഠിച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തതായിട്ട് PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. പല രീതിയിലും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇനി എങ്ങനെ ചോദിച്ചാലും ഉത്തരം ചെയ്യും. എങ്ങനെയാ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ, ഇതുവരെ 2 കേരളീയ ദൃശ്യകലകളെ മാത്രമേ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മക്കളെ, അത് ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. കൂടിയാട്ടം അതുപോലെ തന്നെ മുടിയേറ്റാണ്. കൂടിയാട്ടം അതുപോലെ മുടിയേറ്റ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചേ. കൂടി 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 എന്ന് പറഞ്ഞാല് കൂടി മുടി. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. കൂടി മുടി, കുടി മുടി, കുടി മുടി ഓർത്ത് വെച്ചിരിക്കുക. മറന്നു പോകത്തില്ല. കാരണം ഓപ്ഷൻസിൽ പടയണിയും കഥകളിയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകും. പക്ഷെ നമ്മൾ തെറ്റിക്കത്തില്ല. കുടിമുടി, കുടിമുടി ഓർത്ത് വെച്ചിരിക്കുക. അല്ലെങ്കിൽ കൊടുമുടി എന്നോ എന്ത് വേണമെങ്കിലും ഓർത്ത് വെച്ചോളൂ. പക്ഷെ ആൻസർ കിട്ടണം കൂടിയാട്ടവും മുടിയേറ്റുമാണ്. മനസ്സിലായോ? അപ്പൊ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് കൂടിയാട്ടവുമാണ്, മുടിയേറ്റാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതിക്കോട്ടെ. ശരി, അപ്പൊ ആ 2ാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞു വെച്ചിരിക്കുക. അതായത് ആദ്യമായിട്ട് ശ്രദ്ധിക്കണം, ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഭാരതീയ നൃത്ത രൂപം ഏതെന്ന് ചോദിച്ചാൽ അത് കൂടിയാട്ടമാണ്. മുടിയേറ്റ് പറയരുത്. കൂടിയാട്ടത്തിനെയാണ് 2001 വർഷം ഓർത്തു വെച്ചിരിക്കൂ. 2001 കൂടിയാട്ടത്തിനെ എന്ത് ചെയ്യുന്നത്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഒന്നും കൂടെ ഞാൻ പറയുന്നു. കൂടിയാട്ടത്തെയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഭാരതീയ നൃത്ത രൂപമായിട്ട് പറയുന്നത്. വർഷം മറക്കരുത്, 2001. 2001. ഇനി മുടിയേറ്റ്, കുടിമുടിയല്ലേ? കുടിമുടി മുടിയേറ്റിനെ 2ാമതായിട്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു. വർഷം ദാണ്ട് ഈ 2001 ഒന്നെടുത്തതാ ഇപ്പുറത്തോട്ടം കിട്ടാ മതി. 2010 മുടിയേറ്റിനെ എന്ത് ചെയ്യുന്നത്? കേരളത്തിൽ നിന്നും 2ാമതായിട്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ മറന്നു പോകത്തില്ലല്ലോ. ഇനി ഈ ചോദ്യം വന്നാൽ ആൻസർ ചെയ്യുമല്ലോ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ 2 കേരള നൃത്ത രൂപം ഏതൊക്കെയാണ്? അല്ലെങ്കിൽ കേരളത്തിനല്ല, ഭാരതീയ നൃത്ത രൂപം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കൂടിയാട്ടവും മുടിയേറ്റുമാണ്. കൂടിയാട്ടം 2001 ആൻഡ് മുടിയേറ്റ് 2010. ആദ്യം കൂടിയാട്ടം, 2ാമത് മുടിയേറ്റ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള്
കന്യാർകളിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കൂടിയാട്ടമാണ്. ഈ കൂടിയാട്ടം ബേസ് ചെയ്ത് കൂടുതലും ഇപ്പോൾ റീസെന്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്, തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഓരോ പോയിന്റ്സും ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, ശ്രദ്ധിച്ചിരിക്കുക. എടാ, ഈ കൂടിയാട്ടം എന്ന് പറയുന്നത്, ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നു. നമ്മള് ക്ലാസ്സിൽ ഞാൻ എടാ എന്നും അതുപോലെ മക്കളെ എന്നും ഒക്കെ വിളിക്കുന്നത് ചിലർക്ക് എന്നെക്കാളും പ്രായം കൂടിയവർക്ക് അത് എന്തോ പോലെ തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി നമുക്ക് പ്രായം കൂടിയവരെന്നോ പ്രായം കുറഞ്ഞവരെന്നോ അങ്ങനെ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ അങ്ങനെ ഒന്നുമില്ല. എന്റെ മുന്നിൽ നിങ്ങൾ എല്ലാവരും കൊച്ചു കുട്ടികളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നെക്കാളും മൂത്തവരുണ്ടാകും, ഇളയവരുണ്ടാകും. പക്ഷെ എന്റെ മനസ്സിൽ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് എന്റെ കുട്ടികൾ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇപ്പൊ ഞാനെന്നല്ല, എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയാണ് കണ്ടു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അതിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കേട്ടോ. നമ്മളെ മനസ്സിൽ ആ ഒരു രീതിയിൽ പഠിപ്പിച്ചാലേ നമുക്കൊരു ഫുൾഫിൽനെസ് നിങ്ങളോട് ഫീൽ ചെയ്യത്തുള്ളൂ. അല്ലാതെ എന്നെക്കാളും മൂത്തവര് പഠിക്കുന്നു അല്ലെങ്കിൽ ആ മൂത്തവരെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാല് നമ്മളെ എല്ലാരെയും കൂടെ ഒരേപോലെ നമുക്ക് കോമൺ ആയിട്ട് വിളിച്ച് ആ രീതിയിൽ സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്, അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് നിങ്ങൾ ഇതാകണ്ട. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. എന്റെ നോളേജ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്നെ ഒരു കൂട്ടുകാരിയായിട്ടോ ഫ്രണ്ട് ആയിട്ടോ അങ്ങനെയൊക്കെ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ ടീച്ചറായിട്ട് എന്നെ കാണണ്ട, നിങ്ങൾ ഒരു ഫ്രണ്ട് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഓക്കെ അല്ലേ? ശരി, വാ നമുക്ക് കൂടിയാട്ടം പഠിക്കാം. അപ്പൊ കൂടിയാട്ടം എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചിരുന്നേ, കൂടിയാട്ടം ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപമാണ്. ശ്രദ്ധിച്ചിരുന്നേ, നമ്മളടുത്ത് ചോദിക്കാണ്, ഇതൊരു നൃത്തമല്ല, ഇത് ആക്ച്വലി എന്താണ്, നാടകമാണ്. പണ്ട് കാലത്ത് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന, പ്രാചീന കാലത്ത് ഉണ്ടായിരുന്ന ഒരു സംസ്കൃത നാടക രൂപമാണ് ഏതെന്ന് പറയുന്നത്, കൂടിയാട്ടം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ, ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപം ഏതെന്ന് ചോദിച്ചാൽ മക്കളെ എന്താ നമ്മൾ ഉത്തരം പറയേണ്ടത്? അത് കൂടിയാട്ടമാണ്. ഇനി വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, കേരളത്തിലെ ഏറ്റവും പഴയ രംഗകല ഏതാണ്? കേരളത്തിലെ ഏറ്റവും പഴയത്, ഓക്കെ, നമുക്ക് പ്രാചീന രൂപം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. പണ്ട് ഈ കൂടിയാട്ടത്തിന്റെ കൂടെ ഉണ്ടായ പല കാര്യങ്ങളും ഇപ്പോൾ നിലവിലില്ല. പക്ഷെ അന്ന് തുടങ്ങിയ കൂടിയാട്ടം ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇതൊരു സംസ്കൃത നാടക രൂപമാണെന്നുള്ള കാര്യവും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കണം. ഓക്കെ അല്ലേ? ശരി, ഇനി കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. പ്രധാന വാദ്യോപകരണം എന്ന് പറയുന്നത് മിഴാവാണ്. എന്താണ്? മിഴാവാണ് പ്രധാന വാദ്യോപകരണം. ഓക്കെ, എപ്പോഴും ചോദിക്കുന്നതായിരുന്നു. എന്നാൽ പണ്ടൊക്കെ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട വാദ്യോപകരണം ഏത് എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ മിഴാവ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അവിടെ നിന്നും മാറി ഇപ്പോൾ കൂടുതലും സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള, ഈ കൂടിയാട്ടം ബേസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചു കാണുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ആൻസർ മീൻസ് ഓരോ കാര്യങ്ങളും പഠിക്കാനായിട്ട്. അപ്പോ ഇവിടെ കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണേത്? മിഴാവ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യമാണ്, ഗോഷ്ഠി കാട്ടുക അതുപോലെ അക്കിത്ത ചൊല്ലൽ ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗോഷ്ഠി കാട്ടുക, അക്കിത്ത ചൊല്ലൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. അവിടെ നമ്മൾ ഓർത്തു വെച്ചിരിക്കുക, ഇതെന്താണ്? അത് നമ്മുടെ കൂടിയാട്ടത്തിലുള്ള പ്രധാന ചടങ്ങുകളാണ്. പ്രധാന ചടങ്ങുകൾ എന്തൊക്കെയാ മക്കളെ എന്ന് പറഞ്ഞേ? നമ്മുടെ കൂടിയാട്ടത്തിലുള്ള പ്രധാന ചടങ്ങുകൾ എന്ന് പറയുന്നത് അരങ്ങുവിധാനം, മിഴാവ് ഒച്ചപ്പെടുത്തൽ, ഗോഷ്ഠി കാട്ടുക, അക്കിത്ത ചൊല്ലൽ, നാന്തി നിർവഹണം, അരങ്ങ് തളിക്കൽ, മംഗള ശ്ലോകം. ഇതെല്ലാം എന്താണ്? കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക.
മനസ്സിലായോ? അപ്പൊ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നിങ്ങൾ ആ പേരുകൾ കാണാതെ പഠിക്കേണ്ട, പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെയാണെന്ന് നമുക്ക് പറയാൻ അല്ലെങ്കിൽ ഓർക്കാൻ സാധിക്കണം. ആ രീതിയിൽ വേണം നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട്. മനസ്സിലായോ? അപ്പൊ ഒന്ന് പറഞ്ഞേ, കൂടിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങുകൾ എന്ന് പറയുന്നത് അരങ്ങുവിധാനം, മിഴാവ് ഒച്ചപ്പെടുത്തൽ, ഗോഷ്ഠി കാട്ടുക, അക്കിത്ത ചൊല്ലൽ, നാന്തി നിർവഹണം, അരങ്ങ് തളിക്കൽ, മംഗള ശ്ലോകം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രം ഏതാണ്? ആക്ച്വലി നമ്മൾ പറഞ്ഞു ഇതൊരു സംസ്കൃത നാടക നൃത്ത രൂപമാണ്. ബാക്കിയുള്ള കഥാപാത്രങ്ങളെല്ലാം തന്നെ സംസ്കൃതത്തിലാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇവിടെ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ അത് വിദൂഷകനാണ്. ആരാണ്? വിദൂഷകനാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രം ആരാ മക്കളെ? അത് വിദൂഷകനാണ്. ഇനി ഇത് അവതരിപ്പിക്കുന്നത് ആരാണ്? അവതരിപ്പിക്കുന്നത് എന്താ? പുരുഷന്മാരെ നമ്മൾ ചാക്യാരെന്നും സ്ത്രീകളെ നമ്മൾ നങ്ങ്യാർ എന്നുമാണ് വിളിക്കുന്നത് കേട്ടോ. എന്നോടെ പറഞ്ഞേ, ഇത് അവതരിപ്പിക്കുന്ന കൂടിയാട്ടം അവതരിപ്പിക്കുന്ന പുരുഷന്മാർ ചാക്യാരും അവിടുത്തെ സ്ത്രീകൾ എന്ന് പറയുന്നത് നങ്ങ്യാർമാരുമാണ്. ഇനി കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാറാണ്. ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാറാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ വീണ്ടും പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചത് എന്താ ചുമ്മാ എല്ലാം കൂടെ ചോദിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഇത് പല എക്സാംസിനായിട്ട് നമുക്കറിയാലോ ഈ ഒരു കല എന്താണ്, അതുപോലെ തന്നെ സംസ്കാരം എന്നൊക്കെ പറയുന്നത് അങ്ങ് LGS പരീക്ഷ തൊട്ട് അങ്ങ് ഡിഗ്രി മെയിൻസ് പരീക്ഷയ്ക്ക് വരെ കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ പല പരീക്ഷകൾക്കും റിപ്പീറ്റ് ചെയ്ത് ഇത് പല ഭാഗങ്ങളിലും വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് PYQ ആണെന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, വർഷം തോറും കൂടിയാട്ട അവതരണം നടക്കുന്ന ക്ഷേത്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കൂടൽമാണിക്യ ക്ഷേത്രവും വടക്കുനാഥ ക്ഷേത്രവുമാണ് കേട്ടോ. ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് വർഷം തോറും കൂടിയാട്ടം നടക്കുന്നത്? കൂടൽമാണിക്യ ക്ഷേത്രത്തിലും വടക്കുനാഥ ക്ഷേത്രത്തിലുമാണ്. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞു 2001 ഇതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2001 ആരെ ഉൾപ്പെടുത്തുന്നത്? കൂടിയാട്ടത്തിനെ ഉൾപ്പെടുത്തുന്നത്. ഇനി കൂടിയാട്ടത്തിന്റെ പ്രധാന കലാകാരന്മാരെ ഓർത്തു വെച്ചോളൂ. അമ്മന്നൂർ മാധവ ചാക്യാർ, അമ്മന്നൂർ മണി മാധവ ചാക്യാർ, പൈൻകുളം രാമൻ ചാക്യാർ. ഒരുപാട് പേരുണ്ട്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കലാകാരന്മാരാണ് ആരൊക്കെയാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ, അമ്മന്നൂർ മണി മാധവ ചാക്യാർ, അതുപോലെ തന്നെ പൈൻകുളം രാമൻ ചാക്യാർ. ഇനി കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം എപ്പോഴും ചോദിക്കാറുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് നാട്യകൽപദ്രുമം. എന്താണ്? ഒന്ന് പറഞ്ഞേ. നാട്യകൽപദ്രുമം. രചിച്ചത് ആരാണ്? ഗുരു മണി മാധവ ചാക്യാറാണ്. ആരാണ്? ഗുരു മണി മാധവ ചാക്യാറാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഇനി ഉത്തരം ചെയ്യുമെന്ന് ഞാൻ കരുതിക്കോട്ടെ. അപ്പൊ കൂടിയാട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രാചീന സംസ്കൃത നാടക രൂപമാണ്, ഏറ്റവും പഴയ രംഗകലയാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യോപകരണം മിഴാവാണ്. ഇവിടെ ഒരുപാട് ചടങ്ങുകളുണ്ട്. അതിലുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് അരങ്ങുവിധാനം, മിഴാവ് ഒച്ചപ്പെടുത്തൽ, ഗോഷ്ഠി കാട്ടുക, അക്കിത്ത ചൊല്ലൽ, നാന്തി നിർവഹണം, അരങ്ങ് തളിക്കൽ, മംഗള ശ്ലോകം. ഏറ്റവും അവസാനത്തെ ചടങ്ങ് മംഗള ശ്ലോകമാണ് കേട്ടോ. ഇനി മലയാളത്തിൽ സംസാരിക്കാൻ ഏക അവകാശമുള്ള കഥാപാത്രം വിദൂഷകനാണ്. ഇത് അവതരിപ്പിക്കുന്നവർ ചാക്യാർ നങ്ങ്യാർ ആൾക്കാരാണ്. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാറാണ്. വർഷം തോറും കൂടൽമാണിക്യ ക്ഷേത്രത്തിലും വടക്കുനാഥ ക്ഷേത്രത്തിലും ഇത് എന്താണ് അവതരിപ്പിക്കാറുണ്ട്. 2001 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇതിനെ ഉൾപ്പെടുത്തുന്നത്. അമ്മന്നൂർ മാധവ ചാക്യാർ, അമ്മന്നൂർ മണി മാധവ ചാക്യാർ, പൈൻകുളം രാമൻ ചാക്യാർ എല്ലാം പ്രധാനപ്പെട്ട കൂടിയാട്ട കലാകാരന്മാരാണ്. ഇനി കൂടിയാട്ടത്തെ പറ്റി ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ നാട്യകൽപദ്രുമമാണ്. രചിച്ചത് ഗുരു മണി മാധവ
ചാക്യാറാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ കൂടിയാട്ടവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? 3 ഏരിയാസ് നമ്മൾ കവർ ചെയ്തേ. കണ്യാർകളി, യുനെസ്കോയുടെ പൈതൃക പട്ടിക, അതേപോലെ തന്നെ നമ്മുടെ കൂടിയാട്ടം. ഇനി അടുത്ത വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയ എന്ന് പറയുന്നത് പടയണിയാണ്. ഓക്കെ, അപ്പൊ പടയണിയുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ ക്വസ്റ്റ്യൻസേ കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ചിട്ടുള്ളൂ. അപ്പം അവിടുത്തെ എപ്പോഴും ചോദിക്കുന്നതാണ് പ്രധാന വാദ്യോപകരണം എന്തെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് നല്ലതുപോലെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ പടയണി എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂർ ക്ഷേത്രങ്ങളിൽ, അത് മെയിനായിട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ അരങ്ങേറുന്ന ഒരു അനുഷ്ഠാന കലയാണ്. മധ്യ തിരുവിതാംകൂർ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന എന്താണ് ഒരു അനുഷ്ഠാന കലയാണ് പടയണി എന്ന് പറയുന്നത്. ദക്ഷിണ കേരളത്തിലെ കടമ്മനിട്ട, ഓതറ തുടങ്ങിയ ഭഗവതി ക്ഷേത്രങ്ങളിലാണ് പടയണി എന്ത് ചെയ്യുന്നത് മെയിൻ ആയിട്ടും അരങ്ങേറുന്നത്. എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. പടയണിയിലെ പ്രധാന വാദ്യോപകരണം ഏതാണ്? മക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ കൂടിയാട്ടത്തിലെ പ്രധാന വാദ്യോപകരണം ചോദിച്ചാൽ അവിടെ നമ്മൾ പറയേണ്ടത് മിഴാവാണ്. എന്നാൽ പടയണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യോപകരണം ചോദിച്ചാൽ അവിടെ നമ്മൾ പറയേണ്ട ഉത്തരം എന്താണ്? തപ്പാണ്. ഇനി എന്തുകൊണ്ട് ഞാൻ ഇവിടെ ചെണ്ട ഇട്ടു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ തപ്പിന്റെ കൂടെ ഓപ്ഷനില് ചെണ്ട ഉണ്ടായിരുന്നു. അതായത് 2 പെയർ വീതമുള്ള ഓപ്ഷൻസ് ആയിരുന്നു അവർ ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ തപ്പും ഉപയോഗിക്കാറുണ്ട്. തപ്പാണ് പ്രധാന വാദ്യോപകരണം. അതിന്റെ കൂടെ തന്നെ എന്തും യൂസ് ചെയ്യാറുണ്ട്? ചെണ്ടയും യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരുന്നു. അവിടെ ഒരു കൺഫ്യൂഷൻ വരണ്ട. തപ്പിന്റെ കൂടെ വേറെയും പല വാദ്യോപകരണങ്ങൾ ഇട്ട് കഴിഞ്ഞ തവണ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നമ്മളൊന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ചേഞ്ച്, ആരാണ് ചേഞ്ച് ആഗ്രഹിക്കാത്തത് അല്ലെ? PSC ഒരു ചേഞ്ച് ആഗ്രഹിച്ചു. അപ്പോ അവരെന്ത് ചെയ്തു? തപ്പ് എന്ന് വെറുതെ ഇടുന്നതിന് പകരം തപ്പിന്റെ കൂടെ ഉള്ള ഒരു വാദ്യോപകരണം കൂടി എടുത്തിട്ട് ഓപ്ഷനിൽ ഇടുകയുണ്ടായി. ഓക്കെ, അതുകൊണ്ട് അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ പടയണിയിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യങ്ങൾ ഏതൊക്കെയാണ്? തപ്പും ചെണ്ടയുമാണ്. ഇനി ഇവിടുത്തെ പ്രധാന ചടങ്ങാണ് കാച്ചിക്കൊട്ട്. എന്താണ് കാച്ചിക്കെട്ട് എന്ന് പറയുന്നത്? പടയണിയിലെ പ്രധാന ചടങ്ങാണ് കാച്ചിക്കെട്ട്. ഇനി പടയണിയിലെ തലയിലേറ്റി തുള്ളുന്ന ഏറ്റവും വലിയ കോലം, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പടയണിയില് തലയിലേറ്റി തുള്ളുന്ന ഏറ്റവും വലിയ കോലം ഏതെന്ന് ചോദിച്ചാൽ അത് ഭൈരവി കോലമാണ്. ഏതാണ്? ഭൈരവി കോലമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ പടയണിയുമായി ബന്ധപ്പെട്ട അറ്റ്ലീസ്റ്റ് ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോണേ. പടയണി എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന ഒരു അനുഷ്ഠാന കലയാണ്. ദക്ഷിണ കേരളത്തിലെ കടമ്മനിട്ട, ഓതറ തുടങ്ങിയ ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന പ്രധാന വാദ്യോപകരണം, ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം എന്ന് പറയുന്നത് തപ്പും ചെണ്ടയുമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കാച്ചിക്കൊട്ട്. ഇനി പടയണിയിൽ തലയിലേക്ക് തുള്ളുന്ന ഏറ്റവും വലിയ കോലം ഏതെന്ന് ചോദിച്ചാല് അത് ഭൈരവി കോലമാണ്. ഏത് കോലമാണ്? ഭൈരവി കോലമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എങ്കിൽ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് കഥകളി. കഥകളിയായിട്ട് റിലേറ്റ് ചെയ്ത് മുമ്പൊക്കെ ആണെങ്കിൽ സ്ഥിരം ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു. പക്ഷെ റീസെന്റ് ആയിട്ടുള്ള പരീക്ഷകളിൽ അധികം കഥകളി വിട്ട് കൂടുതലും കൂടിയാട്ടം, കന്യാർകളി, പടയണി അങ്ങോട്ടൊക്കെയാണ് പിടിക്കുന്നത്. പക്ഷെ നമുക്ക് ഇനി അടുത്ത പരീക്ഷ എങ്ങനെ ആയിരിക്കും ഇപ്പോഴേ പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ കഥകളിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ പരീക്ഷയ്ക്ക് കഥകളി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് പെട്ടെന്ന് പഠിച്ചിട്ട് പോയാലോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം. ശ്രദ്ധിച്ചോളൂ. കേരളത്തിന്റെ തനത് കലാരൂപം ഏതാണ്? കേരളത്തിന്റെ തനത് കലാരൂപം ചോദിച്ചാൽ ഉത്തരം നമുക്കറിയാം, കഥകളിയാണ്. ഇനി കേരളത്തിന്റെ തനത് നൃത്തരൂപം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നൃത്തരൂപം ചോദിച്ചാൽ മോഹിനിയാട്ടമാണ് അല്ലെ? മോഹിനിയാട്ടമാണ് കേരളത്തിന്റെ തനത് നൃത്തരൂപം എന്ന് പറയുന്നത്. സുമാറി പോകരുത് കേട്ടോ. കലാരൂപമാണോ നൃത്തരൂപമാണോ എന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യാവോ അല്ലെ? ഇനി കഥകളിയുടെ ആദ്യ രൂപമാണ് എന്ത്? രാമനാട്ടം. മലയാളത്തിലാണ് രചിച്ചിട്ടുള്ളത്. കഥകളിയുടെ ആദ്യ രൂപം ഏതെന്ന് ചോദിച്ചാൽ അത് രാമനാട്ടമാണ്. ഇനി കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ അത് സംസ്കൃതമാണ് കേട്ടോ. അപ്പോ രാമനാട്ടം മലയാളമാണ്, കൃഷ്ണനാട്ടം സംസ്കൃതമാണ്. ഇനി കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത്. കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ്? ആട്ടക്കഥയാണ് കേട്ടോ. കഥകളിയുടെ സാഹിത്യ രൂപം അറിയപ്പെടുന്നത് ആട്ടക്കഥ എന്നാണ്. ഇനി കഥകളിയിലെ പ്രധാന വാദ്യോപകരണങ്ങൾ എന്തൊക്കെയാണ്?
ചേച്ചേ ഈ മാ നമ്മൾ പഠിക്കുന്ന സാധനമാണ് അല്ലെ. ചേച്ചേ ഈ മാ. ചേച്ചേ എന്ന് പറഞ്ഞാൽ ചെണ്ടയും ചേങ്ങിലയും. ഈ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കയും ഇലത്താളവുമാണ്. മാ ഫോർ മദ്ദളം. ഓക്കെ, അപ്പൊ ചേച്ചേ ഈ മാ ഓർത്ത് വെച്ചിരിക്കുക. ചെണ്ട, ചേങ്ങില, ഇടയ്ക്ക, ഇലത്താളം, മദ്ദളം. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? ഏത് സംഗീതമാണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത്? സോപാന സംഗീതമാണ് കേട്ടോ. അപ്പൊ കഥകളിയില് നമ്മൾ പ്രധാനമായും സാഹിത്യ രൂപം ഏതെന്ന് ചോദിച്ചാൽ അത് ആട്ടക്കഥയാണ്. അവിടെ ഉപയോഗിക്കുന്ന സംഗീതം ഏതെന്ന് ചോദിച്ചാല് അത് സോപാന സംഗീതമാണ്. മനസ്സിലായോ? ഒന്നുകൂടെ പറയട്ടെ. കേരളത്തിന്റെ തനത് നൃത്തരൂപം, ആദിരൂപം, കഥകളിയുടെ ആദിരൂപം രാമനാട്ടം, കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതം, സാഹിത്യരൂപം കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥ, കഥകളിൽ ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. ഇവിടെ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത് ചേച്ചേ ഈ മായാണ്. ചെണ്ട, ചേങ്ങില, ഇടയ്ക്ക, ഇലത്താളം, മദ്ദളം. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ എന്തൊക്കെയാണ്? ചടങ്ങുകൾ എന്ന് പറഞ്ഞേ കേളികൊട്ട്, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, ധനാശി. ചടങ്ങുകൾ പഠിച്ചിട്ട് പോണേ, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പ്രധാന ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞേ? കേളികൊട്ട്, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, ധനാശി. ക്ലിയർ ആണോ? അപ്പൊ മറന്നു പോകത്തില്ലല്ലോ. ഇനി ഈ കഥകളി എന്ന് പറയുന്നത് നമുക്കറിയാം കണ്ണുകൊണ്ടുള്ള ആ ഒരു ആംഗ്യവും അതേപോലെ തന്നെ കൈ കൊണ്ടുള്ള ആ ഒരു മുദ്രകളിലൂടെയൊക്കെയാണ് കഥകളി അവതരിപ്പിക്കുന്നത് അല്ലെ. അപ്പോ ആ മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ചോദിച്ചിട്ടുണ്ട്. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് ഹസ്തലക്ഷണ ദീപികയാണ്. ഏതാണ്? ഹസ്തലക്ഷണ ദീപികയാണ് ഈ മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം എന്ന് പറയുന്നത്. ഇനി കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയിലെ അയിരൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. കഥകളി ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇനി നോക്കിക്കേ, കഥകളിയിലെ വേഷങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. പ്രധാനമായും 5 വേഷങ്ങളാണ് കഥകളിയിൽ നമ്മൾ പഠിക്കുന്നത്. PSC ഉത്തര സൂചിക പ്രകാരം 5 എന്നാൽ 6 ഉണ്ട്. പഴുപ്പും കൂടെ ഒക്കെ വരും. ബട്ട് നമ്മുടെ PSC ഉത്തര സൂചിക പ്രകാരം 5 കഥകളി വേഷങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ ആദ്യത്തേതാണ് പച്ച. പച്ച എന്ന് പറയുമ്പോൾ നന്മയുള്ള കഥാപാത്രങ്ങൾ, സ്വാത്വിക കഥാപാത്രങ്ങളാണ്. ഇന്ദ്രൻ, അർജുനൻ, നളൻ തുടങ്ങിയ കഥാപാത്രങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കഥകളിയിലെ വേഷം ഏതെന്ന് ചോദിച്ചാൽ അത് പച്ചയാണ്. ഇനി കത്തിയോ? കത്തി എന്ന് പറയുന്നത് ദുഷ്ട കഥാപാത്രങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാവണൻ, കംസൻ തുടങ്ങിയ ദുഷ്ട കഥാപാത്രങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വേഷമാണ് കത്തി വേഷം എന്ന് പറയുന്നത്. അപ്പൊ പച്ച സാത്വിക കഥാപാത്രമാണ്, കത്തി ദുഷ്ട കഥാപാത്രമാണ്. കരിയോ? രാക്ഷസന്മാർ മൊത്തത്തിൽ കരിയൊക്കെ വാരി തേച്ചു അങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുക. രാക്ഷസ സ്വഭാവമുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കരിവേഷം എന്ന് പറയുന്നത്. ഇനി താടിയുണ്ട്. താടി തന്നെ എന്താണ്? 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? വെളുത്ത താടി, ചുവന്ന താടി, കറുത്ത താടി. ഓക്കെ, മിനിക്ക് അടുത്ത പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ താടിയില് വെളുത്ത താടി എന്ന് പറയുന്നത് മനുഷ്യാതീതമായ കഴിവുള്ള കഥാപാത്രങ്ങൾ, ഹനുമാൻ പോലെയുള്ള മനുഷ്യാതീതമായ കഴിവുള്ള കഥാപാത്രങ്ങളെ കാണിക്കാനാണ് വെളുത്ത താടി യൂസ് ചെയ്യുന്നത്. ഇനി ചുവന്ന താടിയാണെങ്കിലോ ദുഷ്ട കഥാപാത്രങ്ങള്, കറുത്ത താടിയാണെങ്കിലോ വേടന്മാരെയും നായാട്ടുകാരെയും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കറുത്ത താടി ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ താടി തന്നെ 3 തരത്തിലുള്ള താടിയാണുള്ളത്. വെളുത്ത താടി, ചുവന്ന താടി, കറുത്ത താടി. ഒന്നും കൂടെ, താടി 3 തരത്തിലുണ്ട്. വെളുത്ത താടി, ചുവന്ന താടി, കറുത്ത താടി. വെളുത്ത താടി എന്ന് പറയുമ്പോൾ മനുഷ്യാതീതമായ കഴിവുള്ള കഥാപാത്രങ്ങളാണ്. ചുവന്ന താടി ദുഷ്ട കഥാപാത്രങ്ങളും, കറുത്ത താടി ഏതാണ്? വേടന്മാരെയും നായാട്ടുകാരെയുമാണ് കാണിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? അടുത്ത 5ാമത്തെ വേഷമാണ് മിനുക്ക്. പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഇതാണ് 5 വേഷങ്ങൾ. ഒന്നുകൂടെ, പച്ച, കത്തി, കരി, താടി, മിനുക്ക്. ഇതില് മിനുക്ക് എന്ന് പറയുന്നത് സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷങ്ങളാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ ആണോ? പച്ച, കത്തി, കരി, താടി, മിനുക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? ശരി, അപ്പൊ നമ്മള് കഥകളി എന്ന് പറയുന്ന ഏരിയ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കഥകളി എന്ന് പറയുന്നത് കേരളത്തിന്റെ തനത് കലാരൂപമാണ്. രാമനാട്ടമാണ് അതിന്റെ ആദ്യത്തെ രൂപം. സാഹിത്യ രൂപം എന്ന് പറയുന്നത് ആട്ടക്കഥയാണ്. ഇവിടെ ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതമാണ്. ഇവിടെ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത് ചെണ്ട,
ചെണ്ട, ചേങ്ങില, ഇടയ്ക്ക, ഇലത്താളം, മദ്ദളമാണ്. ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ എന്ന് പറയുന്നത് കിളികൊട്ട്, അരങ്ങുകിളി, തോടയം, വന്ദനശ്ലോകം, പുറപ്പാട്, ധനാശി. മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപികയാണ്. കഥകളി ഗ്രാമം എന്ന് അറിയപ്പെടുന്നത് അയിരൂറാണ്. കഥകളിയിലെ പ്രധാനപ്പെട്ട 5 വേഷങ്ങളാണുള്ളത്: പച്ച, കത്തി, കരി, താടി, മിനക്ക്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ ഇനി ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യും എന്ന് കരുതിക്കോട്ടെ. ഓക്കെ, അങ്ങനെയെങ്കിൽ ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ചോദിച്ചിട്ടുള്ള ചോദ്യം ഇന്ത്യയിലെ പ്രധാന നൃത്തരൂപങ്ങളുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇന്ത്യയിലെ പ്രധാന നൃത്തരൂപങ്ങൾ അത് ഓരോ സംസ്ഥാനത്തും മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടാണ് ചോദിച്ചു കാണുന്നത്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് നൃത്തരൂപങ്ങളെങ്കിലും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നേ. കേരളത്തിലെ പ്രധാന നൃത്തരൂപമാണ് മോഹിനിയാട്ടം. അതിന്റെ കൂടെ കലാരൂപം കൂടി നോക്കി വെച്ചിരിക്കുക, കഥകളിയും ഉണ്ട്. അപ്പം കേരളത്തിന്റെ തനതായിട്ടുള്ളത് ഏതാണ്? കഥകളിയും മോഹിനിയാട്ടവുമാണ്. മറന്നു പോകല്ലേ. മാച്ച് ദ ഫോളോയിങ് ചോദിച്ചാൽ മനസ്സിൽ വരണം. കഥകളി ഒറിജിൻ കേരളമാണ്, മോഹിനിയാട്ടം ഒറിജിൻ കേരളമാണ്, മറന്നു പോകരുത്. എന്നാൽ കുച്ചിപ്പിടിയും ഭരതനാട്യവും ഒക്കെ നിങ്ങൾ വിചാരിക്കും നമ്മുടെ കേരളത്തിലുള്ളതാണ്, നമ്മൾ കേരളത്തിൽ കളിക്കുന്നില്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. എന്താണ് കുച്ചിപ്പിടിയും ഭരതനാട്യം എന്ന് പറയുന്നത്? കുച്ചിപ്പിടി ആന്ധ്രാപ്രദേശിന്റേതാണ്. ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപമാണേത്? കുച്ചിപ്പിടി. തമിഴ്നാടിന്റെ നൃത്തരൂപമാണേത്? ഭരതനാട്യം. മനസ്സിലായോ? തമിഴ്നാടിന്റെ നൃത്തരൂപമാണ് ഭരതനാട്യം. ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപമാണ് കുച്ചിപ്പിടി. കേരളത്തിന്റെ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ഇത് മൂന്നുമാണ് നമ്മുടെ കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള നൃത്തരൂപങ്ങള്. സോ അത് മാറിപ്പോകരുത്. മോഹിനിയാട്ടം നമ്മളുടേത്, കുച്ചിപ്പിടി തൊട്ടപ്പുറത്തോട്ട് പോവാ ആന്ധ്രാപ്രദേശ്, ഇനി ഇപ്പുറത്തോട്ട് പോയാൽ ഭരതനാട്യം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ അവിടെ ആ വ്യത്യാസം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി തമിഴ്നാട്ടിലെ വേറെയും നൃത്തരൂപങ്ങളുണ്ട്. കുമ്മി, കരകാട്ടം, മയിലാട്ടം. ഇത് മയിലാട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മയിലാട്ടം ഒക്കെ എന്താണ്? തമിഴ്നാട്ടിന്റെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ തമിഴ്നാടിന്റെ നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ഭരതനാട്യം, കുമ്മി, കരകാട്ടം, മയിലാട്ടം. ആന്ധ്രാപ്രദേശിന്റെതോ? അത് കുച്ചിപ്പിടിയാണ്. കേരളത്തിന്റെതോ? അത് കഥകളിയും മോഹിനിയാട്ടവുമാണ്. കിട്ടിയല്ലോ. ഇനി മുമ്പ് എപ്പോഴും ചോദിക്കുന്നതാണ് സാത്രിയ. സാത്രിയ ഏത് സംസ്ഥാനത്തിന്റെ പ്രധാന നൃത്തരൂപമാണ്? എപ്പോഴും ചോദിക്കാറുള്ളതായിരുന്നു. അത് ആസാമിന്റെ ആണ് കേട്ടോ. ആസാമിന്റെ ആണ്. ബിഹു, സാത്രിയ, ഒജബാലി ഇതെല്ലാം ആസാമിന്റെ പ്രധാന നൃത്തരൂപങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ ആസാമിന്റെ ഒന്ന് പഠിച്ചു വെച്ചോണേ. ബിഹു, സാത്രിയ, ഒജബാലി. ഇനി മഹാരാഷ്ട്രയുടെ പ്രധാന നൃത്തരൂപങ്ങളാണ് തമാശയും ദാഹികാലയും. തമാശയും ദാഹികാലയും. ഓക്കെ, ചിലപ്പം ഇത് മാത്രമേ ചോദിക്കത്തുള്ളൂ. എങ്കിലും ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിനകത്ത് ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നും കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നും കൂടെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. പഞ്ചാബിന്റെതോ? ഭാംഗ്ര, ഗീത, ഗിഡ ഇതെല്ലാം പഞ്ചാബിന്റേതാണ്. ഒഡീഷയത് ഗോട്ടിപ്പൂവ, ഒഡീസി അത് ഒഡീഷയുടേതും. ഗുജറാത്തിന്റേത് ഗർഭ ചോദിച്ചിട്ടുണ്ട്. ഗർഭ ഗുജറാത്തിന്റേതാണ്. ദാണ്ടിയ, രാസ് ഇതെല്ലാം ഗുജറാത്തിന്റേതാണ് കേട്ടോ. കർണാടകയുടെയാണ് യക്ഷഗാനം ചോദിച്ചിട്ടുള്ളതാണ്. യക്ഷഗാനവും ബായലാട്ടവും. ഓക്കെ, ബായലാട്ടവും കർണാടകയുടേതാണ്. ഉത്തർപ്രദേശിന്റെയാണ് കഥക്കും രാസലീലയും. കഥക്കും രാസലീലയും ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക. ഇത് മയിലാട്ടമാണ്, മറ്റേത് ബായലാട്ടമാണ്. മാറിപ്പോകല്ലേ. ഓക്കെ, അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് കേരള, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടിന്റേതാണ്. പിന്നെ ആസാമിന്റെയും പഠിച്ചു വെച്ചിരിക്കുക. ഇതാണ് ഇതുവരെ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. യക്ഷഗാനം ചോദിച്ചിട്ടുണ്ട്, അത് കർണാടകയുടേതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് സാംസ്കാരിക മേഖലയിലോട്ട് പോയിട്ട് വരാം. അപ്പോ അടുത്തൊരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാണ്? വള്ളത്തോൾ നാരായണ മേനോനും അതുപോലെ തന്നെ മണക്കുളം മുകുന്ദരാജയും കൂടെ ചേർന്നിട്ടാണ് എന്ത് സ്ഥാപിച്ചിട്ടുള്ളത്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് കേട്ടോ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും കൂടെ ചേർന്നിട്ടാണ്. 1930 അതിന്റെ ഉദ്ഘാടനം നടന്നത്. ഇനി ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ജില്ല ചോദിക്കാറുണ്ട്, സ്ഥലം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായോ?
മനസ്സിലായോ? തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണെന്ന് പറഞ്ഞേ? വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയുമാണ്. ഉദ്ഘാടനം ചെയ്ത വർഷം ഒന്ന് പറഞ്ഞേ? 1930. എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറിലാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. മനസ്സിലായോ? ഇനി നിലവിൽ കേരള കലാമണ്ഡലം പ്രവർത്തിക്കുന്ന ആ ഒരു സമുച്ചയത്തിന്റെ പേര് നാട്യഗ്രഹ എന്നാണ്. വള്ളത്തോൾ നഗറിലെ നാട്യഗ്രഹയിലാണ് അത് പ്രവർത്തിക്കുന്നത്. കേരള സർക്കാർ കലാമണ്ഡലം ഏറ്റെടുത്തത് 1957. കേരള കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ഇനി നിലവിലെ ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായ് ആണ് കേട്ടോ. അതൊന്നും മനസ്സിലാക്കി വെച്ചിരിക്കുക. അതായത് മല്ലിക സാരാഭായ് എന്ന് പറയുന്നത് നമ്മുടെ വിക്രം സാരാഭായിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നമ്മുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാണ്? വിക്രം സാരാഭായിയുടെയും അതുപോലെ തന്നെ നർത്തകിയായിട്ടുള്ള മൃണാളിനി സാരാഭായിയുടെയും മകളാണ് ആര്? ഇപ്പോഴത്തെ നിലവിലെ കലാമണ്ഡലം വൈസ് ചാൻസലർ അല്ല, നിലവിലെ ചാൻസലർ ആയിട്ടുള്ള മല്ലിക സാരാഭായ്. അപ്പോ ആക്ച്വലി മല്ലിക സാരാഭായ് എന്ന് പറയുന്നത് ലോക പ്രശസ്തയായ ഒരു ഭരതനാട്യ കുച്ചിപ്പിടി നർത്തകിയാണെന്ന് കൂടി. അവർ ഏത് മേഖലയിൽ പ്രശസ്തി നേടിയ വ്യക്തിയാണെന്ന് ചോദിച്ചാല് കുച്ചിപ്പിടി ഭരതനാട്യ മേഖലയിൽ പ്രശസ്തയായിട്ടുള്ള ഒരു നർത്തകിയാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ നിലവിലെ ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായ് ആണ്. വൈസ് ചാൻസലറോ? അത് പ്രൊഫസർ ബി അനന്തകൃഷ്ണനാണ്. ആരാണ്? പ്രൊഫസർ ബി അനന്തകൃഷ്ണനാണ് നിലവിലെ വൈസ് ചാൻസലർ. മനസ്സിലായോ? ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സാഹിത്യ അക്കാദമിയെ പറ്റിയിട്ടാണ്. ഇന്ത്യയിലെ പ്രാദേശിക തലത്തിൽ ആദ്യമായി രൂപം കൊണ്ട സാഹിത്യ അക്കാദമിയാണ് ഇത്, കേരള സാഹിത്യ അക്കാദമി. ഇത് ചോദിച്ചിട്ടുള്ളത് ഇതാണ്: കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്ന ജില്ല അല്ലെങ്കിൽ അതിന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് തൃശൂർ ജില്ലയിലാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ആരായിരുന്നു? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഒന്ന് പറഞ്ഞേ, കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശൂർ ജില്ലയിലാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇന്ത്യയില് പ്രാദേശിക തലത്തിൽ ആദ്യമായി രൂപം കൊണ്ട സാഹിത്യ അക്കാദമി ചോദിച്ചാൽ അത് കേരള സാഹിത്യ അക്കാദമിയാണ്. ഇനി സാഹിത്യ അക്കാദമിയുടെ ആനുകാലികങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഹിത്യ അക്കാദമിയുടെ ആനുകാലികങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് വന്നിട്ടുണ്ട്. അതൊന്ന് പഠിച്ചു വെച്ചോളൂ. സാഹിത്യ ചക്രവാളം മാസിക. ഓക്കെ, സാഹിത്യ ചക്രവാളം സാഹിത്യ അക്കാദമിയുടെ ആനുകാലികങ്ങളാണ്. സാഹിത്യ ലോകമുണ്ട്, ദ്വൈമാസികയാണ്. ആൻഡ് മലയാളം ലിറ്റററി സർവേ ഉണ്ട്, അത് ഇംഗ്ലീഷിലുള്ള ത്രൈമാസികയാണ് കേട്ടോ. ത്രൈ, ഇത് THRAI അല്ല, ത്രൈ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ സാഹിത്യ ചക്രവാളമുണ്ട്, സാഹിത്യ ലോകമുണ്ട്, മലയാളം ലിറ്റററി സർവേ, ഇത് മൂന്നും സാഹിത്യ അക്കാദമിയുടെ ആനുകാലികങ്ങളാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? സർദാർ KM പണിക്കരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സർദാർ KM പണിക്കരാണ്. ഇപ്പോൾ നിലവിൽ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇത് വേക്കന്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിട്ട് കറണ്ട് അഫയേഴ്സിൽ അപ്ഡേറ്റ് ആയിട്ട് വരും കേട്ടോ. ഇനി അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു ചില ചോദ്യങ്ങളിലേക്കൊന്നും നമ്മളൊന്ന് ഓടി പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. സംഗീതം, നൃത്തം, നാടകം, ക്ഷേത്രകലകൾ, അനുഷ്ഠാന കലകൾ, മാജിക്, കഥാപ്രസംഗം തുടങ്ങിയ കലകളുടെ പരിപോഷണത്തിനും പ്രചരണത്തിനും വേണ്ടിയുള്ള സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതേതാണ്? കേരള സംഗീത നാടക അക്കാദമിയാണ്. മനസ്സിലായോ? ഒന്നും കൂടെ പറയട്ടെ, ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. സംഗീതം, നൃത്തം, നാടകം, ക്ഷേത്രകലകൾ, അനുഷ്ഠാന കലകൾ, മാജിക്, കഥാപ്രസംഗം, അതിനെല്ലാം വേണ്ടിയിട്ടുള്ള പ്രചരണത്തിനും പരിപോഷണത്തിനും വേണ്ടിയുള്ള സ്ഥാപനത്തിന്റെ പേരാണ് സംഗീത നാടക അക്കാദമി. കേരള സംഗീത നാടക അക്കാദമി. അതിനകത്ത് സംഗീതമുണ്ട്, നാടകമുണ്ട്, നൃത്തമുണ്ട്, ക്ഷേത്രകലകളുണ്ട്, അനുഷ്ഠാന കലകളുണ്ട്, മാജിക് ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ.
കേരള സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നതും കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിനുമുള്ള കേരളത്തിലെ പരമോന്നത സ്ഥാപനം ഏതാണ്? ശ്രദ്ധിച്ചിരിക്കുക, കേരള സാംസ്കാരിക വകുപ്പിന്റെ കീഴിലാണ്. അതുപോലെ തന്നെ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കേരളത്തിലെ പരമോന്നത സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചിത്രകല, ശില്പകല, ഫോട്ടോഗ്രാഫി, ഗ്രാഫിക്സ്, കാർട്ടൂൺ തുടങ്ങിയ ലളിത കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തോടുള്ള സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? കേരള ലളിതകല അക്കാദമിയാണ് കേട്ടോ. ഇതൊക്കെയാണ് ചിത്രകല, ശില്പകല, ഫോട്ടോഗ്രാഫി, ഗ്രാഫിക്സ്, കാർട്ടൂൺ. ഓക്കെ, ഇതൊക്കെ എന്താണ്? ലളിത കലകളാണ്. സോ അതിന് വേണ്ടിയിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇത് ലളിതകല അക്കാദമി. ഇനി കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മങ്കു തമ്പുരാനാണ്. ആരാണ്? മങ്കു തമ്പുരാനായിരുന്നു കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ. ഇനി കേരള ലളിതകല അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരിലെ ചെമ്പുക്കാവിലാണ്. എവിടെയാണ്? തൃശ്ശൂരിലെ ചെമ്പുക്കാവിലാണ് കേരള ലളിതകല അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഇനി സ്കൂൾ ഓഫ് ഡ്രാമ, ചെമ്പുക്കാവ് തൃശ്ശൂരിലാണ് കേട്ടോ, അതും കൂടെ ഓർത്ത് വെച്ചേക്കണേ. ലളിതകല അക്കാദമി തൃശ്ശൂരിലാണ്. സ്കൂൾ ഓഫ് ഡ്രാമയുടെ സ്ഥാപക ഡയറക്ടർ ആരാണ്? ജി ശങ്കരപിള്ളയാണ്. ആരാണ്? ജി ശങ്കരപിള്ളയാണ് സ്കൂൾ ഓഫ് ഡ്രാമയുടെ സ്ഥാപക ഡയറക്ടർ. ഇനി കേരള ലളിതകല അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? കേരള ലളിതകല അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ എം രാമവർമ്മ രാജയാണ്. ആരാണ്? രാമവർമ്മ രാജ. കേരളത്തിലെ ലളിത അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മുരളി ചീരോത്താണ്. ഓക്കെ, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, പഠിച്ചു വെച്ചോണേ. ആദ്യത്തത് എം രാമവർമ്മ രാജയും നിലവിലത് ആരാണ്? മുരളി ചീരോത്താണ്. ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ തവണയാണ് ചോദിച്ചത്. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ സംഗീതം, നൃത്തം, വാദ്യസംഗീതം തുടങ്ങിയ കലാരൂപങ്ങൾക്ക് മികച്ച ശിക്ഷണം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിച്ച സ്ഥാപനം ഏതാണ്? സംഗീതം, നൃത്തം, വാദ്യസംഗീതം തുടങ്ങിയ കലാരൂപങ്ങളാണ്. അതിനു വേണ്ടിയിട്ടുള്ളതാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ഗുരു ഗോപിനാഥ് നടന ഗ്രാമം എന്ന് പറയുന്നത്. ഓക്കെ, സംഗീതം, നൃത്തം, വാദ്യസംഗീതം തുടങ്ങിയ കലാരൂപങ്ങൾക്ക് മികച്ച ശിക്ഷണം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിച്ചത് ഏതാണ്? ഗുരു ഗോപിനാഥ് നടന ഗ്രാമമാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക. ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ച കലാരൂപമാണേത്? കേരള നടനം. ചോദിച്ചിട്ടുണ്ടേ, ഗുരു ഗോപിനാഥ് ആവിഷ്കരിച്ച കലാരൂപം ചോദിച്ചാൽ അത് കേരള നടനമാണ്. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ണൂരിലാണ് കേട്ടോ. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ മക്കളെ? അത് കണ്ണൂരിലാണ്. അതുപോലെ വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആറന്മുളയിലാണ്. എവിടെയാണ്? ആറന്മുളയിലാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങള് നമുക്ക് കഴിഞ്ഞ നമ്മുടെ 10th പ്രിലിംസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ഏരിയാസിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോ ഈ ഏരിയാസിൽ നിന്നൊക്കെ ഇനിയും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എപ്പോഴത്തെയും പോലെ തന്നെ ഇപ്പോഴും കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഏത് ഏരിയ ആണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക് ആണ് നിങ്ങൾക്ക് വേണ്ടുന്നത്, അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാത്ത ഏരിയ ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് പറ്റുന്നത് പോലെ വരുന്ന ദിവസങ്ങളിൽ എക്സാമിന് മുമ്പ് തന്നെ മാക്സിമം പറ്റുന്നത് പോലെ ആ ഏരിയ കൂടി ഒന്ന് കവർ ചെയ്ത് തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മാരത്തോൺ ലൈവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം മാക്സിമം പ്രയോജനപ്പെടുത്തുക. അതിലൂടെ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്ത് കയറി പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.